കോവിഡ് കാലത്ത് PPE കിറ്റ് വാങ്ങിയതിൽ ക്രമക്കേടെന്ന CAG റിപ്പോർട്ടിന് പിന്നാലെ പുതിയ ആരോപണവുമായി പ്രതിപക്ഷം. കുറഞ്ഞ വിലയ്ക്ക് PPE കിറ്റ് നൽകാമെന്ന തിരുപ്പൂർ ആസ്ഥാനമായ കമ്പനിയുടെ കത്ത് മറികടന്നാണ് കൂടിയ വിലയ്ക്ക് ഓർഡർ നൽകിയതെന്നാണ് ആരോപണം. CAG കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് തിരുവനന്തപുരം സ്വദേശി പരാതി നൽകി. കോവിഡ് കാലത്ത് കൂടിയ തുകയ്ക്ക് PPE കിറ്റ് വാങ്ങിയതിൽ നേരത്തെ ഉന്നയിച്ച ആരോപണങ്ങൾ CAG ഇപ്പോൾ ശരിവെച്ചെന്നാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട്. കുറഞ്ഞ വിലയ്ക്ക് PPE കിറ്റ് നൽകാൻ കമ്പനികൾ തയ്യാറായിട്ടും അത് മറികടന്നാണ് ഓർഡർ നൽകിയതെന്നാണ് പ്രതിപക്ഷത്തിന്റെ പുതിയ ആരോപണം. 1550 രൂപയെന്ന നിരക്കിൽ ഓർഡർ ചെയ്യുന്നതിന്റെ തലേന്ന് കുറഞ്ഞ ചെലവിൽ കിറ്റ് നൽകാൻ തയ്യാറായ കമ്പനി നൽകിയ കത്തും പ്രതിപക്ഷ നേതാവ് പുറത്തുവിട്ടു. GSTക്ക് പുറമെ 550 രൂപയ്ക്ക് PPE കിറ്റ് നൽകാൻ തയ്യാറാണെന്നാണ് കത്തിലുള്ളത്. ഈ കത്ത് കയ്യിലിരിക്കുമ്പോൾ, സർക്കാരിന്റെ കയ്യിലിരിക്കുമ്പോൾ 25,000 കിറ്റ് 550 രൂപയ്ക്ക് തരാം എന്നുള്ള കത്തിരിക്കുമ്പോൾ അതിൽ നിന്ന് വാങ്ങിക്കാതെ 1550 രൂപയ്ക്ക് 3 ഇരട്ടി വിലയ്ക്ക് ഇവർ PPE കിറ്റ് വാങ്ങിച്ചു. അപ്പോൾ മുൻ ആരോഗ്യമന്ത്രിയുടെ ഈ പറയുന്ന വാദം കൃത്യമായി പൊളിയാണ്. അനിത ടെക്സ്കോട്ട് TEXCOT ബ്രാക്കറ്റിൽ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ്, തിരുപ്പൂരുള്ള കമ്പനിയാണ്. ഇത് കത്ത് കിട്ടിയതിൻ്റെ പിറ്റേ ദിവസം അത് വാങ്ങിക്കാതെ 10,000 കിറ്റ് വാങ്ങിയിട്ട് നിർത്തിവെച്ചു. 10,000 കിറ്റ് വാങ്ങിയിട്ട് നിർത്തിവെച്ചു. എന്നിട്ട് 15,000 കിറ്റിന് ഇവർ 25,000 കൊടുക്കാന്ന് പറയുമ്പോൾ മറ്റേ കമ്പനിയോട് ഓർഡർ ചെയ്തു. മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ടാണ് അഴിമതി നടന്നതെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നിയമസഭയിൽ ആരോപിച്ചു. 450 രൂപയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്ന കിറ്റ് 10,000 എണ്ണം വാങ്ങിയ ശേഷം നിങ്ങൾ നിർത്തലാക്കി 1,500 രൂപയ്ക്ക് നിങ്ങൾ വാങ്ങാൻ തീരുമാനിച്ചു. ഇത് കൊള്ളയല്ലെങ്കിൽ മറ്റെന്താണ് സാർ? കോവിഡിന്റെ പേരിൽ നിങ്ങൾ നടത്തിയ നഗ്നമായ ഒരു അഴിമതിയാണിത് സാർ. പുരകത്തുമ്പോൾ വാഴ വെട്ടുകയായിരുന്നു സാർ നിങ്ങൾ ചെയ്തത്. ദുരന്തത്തെ വിറ്റ് കാശാക്കാൻ നിങ്ങൾ ശ്രമിക്കുകയായിരുന്നു. PPE കിറ്റ് അഴിമതി മുഖ്യമന്ത്രി അറിഞ്ഞു. ശൈലജ ടീച്ചർ എപ്പോൾ പറഞ്ഞാലും പറയുന്നു മുഖ്യമന്ത്രി അറിഞ്ഞിട്ടാണെന്ന് പറയുന്നു. സാർ, മുഖ്യമന്ത്രി അറിഞ്ഞാൽ ഈ അഴിമതി ചെയ്യാമോ? കോവിഡ് കാലത്ത് നടന്ന സാമ്പത്തിക തട്ടിപ്പുകൾ അന്വേഷിക്കാൻ CBI അന്വേഷണം വേണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെടുമോ എന്ന് മുൻ കേന്ദ്രമന്ത്രി V മുരളീധരൻ ചോദിച്ചു. കേരളത്തിൽ നടന്നിട്ടുള്ള ഈ തട്ടിപ്പുകൾ അന്വേഷിക്കാൻ മാർക്സിസ്റ്റ് പാർട്ടി നേരത്തെ എടുത്ത അതേ സമീപനം ഈ തട്ടിപ്പുകളുടെ കാര്യത്തിൽ തുടരാൻ തയ്യാറാണോ? ഈ തട്ടിപ്പുകൾ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് CBIയെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഏർപ്പെടുത്താൻ മുഖ്യമന്ത്രി സന്നദ്ധനാണോ? PPE കിറ്റ് ഇടപാടിൽ ക്രമക്കേടുണ്ടെന്ന് CAG കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ വിജിലൻസ് അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് തിരുവനന്തപുരം സ്വദേശി പരാതി നൽകി. 10.23 കോടി രൂപയുടെ അധിക ബാധ്യത എങ്ങനെയെന്ന് അന്വേഷിക്കണമെന്നും മുഖ്യമന്ത്രിയെയും മുൻ ആരോഗ്യമന്ത്രിയെയും പ്രതി ചേർക്കണമെന്നും പരാതിയിൽ ആവശ്യം. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.